ചോദിക്കുക, ഞങ്ങൾ 2 കണ്ണ് എനിക്ക് തരുമോ, എത്ര പൈസ തരാം. ആര് എത്ര പൈസ കൊടുക്കും അവനാന്റെ കണ്ണ്? അപ്പോഴാ കണ്ണിന്റെ വില മനസ്സിലാവുക. കിഡ്നി കൊടുക്കും, എന്തേ ഒന്നവിടെ സ്പെയർ ആണല്ലോ, ഇല്ലെങ്കിൽ ഒന്ന് വർക്ക് ചെയ്യുമല്ലോ. അങ്ങനെ കിഡ്നി കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഇസ്ലാമിൽ അവയവദാനമില്ല, അത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. കണ്ണ് തരോ, അത് കൊടുത്തിട്ട് പിന്നെ എന്തിന് ഞാൻ ജീവിക്കണം? കണ്ണ് ചോദിക്കുന്നു, പടച്ചോനെ ഞാനെന്ന നിഅമത്തിന് ഇയാളുടെ നിസ്കാരവും ഹജ്ജും ഉംറയും ഒക്കെ നോക്കിയിട്ട് പോരെ പടച്ചോനെ, ഇനിയും വേണല്ലോ, പകരായിട്ടില്ല. ഈ മനുഷ്യനോട് ബേജാറായി പോകും. യാ അല്ലാഹ് അദ്ഖിൽനി ജന്നതക ബിഫദ്ലിക്, നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗ്ഗം തരുമോ പടച്ചോനെ. ഉദ്ഖുലുൽ ജന്നത ബിഫദ്ലി, എന്റെ ഔദാര്യത്തിൽ സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോ എന്ന് ഈ മനുഷ്യനോട് പറയപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രകാശത്തെ സ്വീകരിക്കാനുള്ള 100 മില്യൺ 100 മില്യൺ കോശങ്ങളാണ് പ്രകാശം സ്വീകരിക്കാനുള്ള 100 മില്യൺ. 1 മില്യൺ എത്രയാണ്? 10 ലക്ഷം. 100 മില്യൺ കോശങ്ങൾ നമ്മുടെ ഒരു കണ്ണിലുണ്ട്. പ്രകാശം സ്വീകരിക്കുന്ന കോശങ്ങൾ നമ്മുടെ കണ്ണിൽ, ഒരു കണ്ണിൽ 100 മില്യൺ, 2 കണ്ണിലാൽ 200 മില്യണിലേറെ കോശങ്ങളാ ഈ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക്. അപ്പോഴാ നമുക്ക് ഇന്നതാണ് സാധനം എന്ന് തിരിയുന്നത്. നമ്മൾ അറിയുന്നുണ്ടോ എന്തെല്ലാം പണി നടക്കുന്ന ഒരു സാധനം കാണുമ്പോൾ? എത്ര പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലയോ? അല്ലാഹു തആല ചോദിക്കുകയാണ്. നമ്മുടെ ചെവി എന്താ? എവിടെ പറയുമ്പോഴും അല്ലാഹു തആല ആദ്യം പറയാതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ്, ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. മനുഷ്യ, നിന്റെ കാഴ്ചയും നിന്റെ കേൾവിയും, ഇന്നസ്സംഅ തീർച്ചയായും നിങ്ങൾക്ക് കേൾക്കാനുള്ള കഴിവ് തന്നത്, വൽ ബസറ നിങ്ങൾക്ക് കാണാനുള്ള കഴിവ് തന്നതും, വൽ ഫുആദ് നിങ്ങൾക്ക് അല്ലാഹു ഹൃദയം തന്നതും, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, ഇതിനെക്കുറിച്ചെല്ലാം അല്ലാഹു നിങ്ങളോട് ചോദിക്കും കേട്ടോ. അല്ലാഹുവിന്റെ അമാനത്താണ്. അല്ലാഹു സൂക്ഷിക്കാൻ തന്ന സ്വത്തുകളാണ്. നാക്ക് വേണ്ടി ചെലവഴിച്ചോ? നിന്റെ കണ്ണ് എന്തിനുപയോഗിച്ചു? അല്ലാഹു നിന്നോട് ചോദിക്കും. വസ്സംഅ കേൾവി, 24 hour മ്യൂസിക് കേട്ട് നടക്കാനാ ഉപയോഗിച്ചത്. അല്ലാഹുവിനോട് മറുപടി പറയുന്നു. വൽ ഫുആദ്, നിന്റെ ഹൃദയത്തിൽ നീ എന്താ ചിന്തിച്ചുകൊണ്ടിരുന്നത്? തിന്മയെ താലോലിച്ചത് ഹൃദയത്തിന്റെ. അല്ലാഹു തന്ന ഈ ഹൃദയത്തിന്റെ അത്ഭുതം എന്താണ്? തലച്ചോർ, ബ്രെയിൻ സെല്ല് മുഴുവനും കട്ട് ചെയ്തെന്ന് വിചാരിക്കുക. തലച്ചോർ ഓപ്പറേറ്റ് ചെയ്യാൻ തലച്ചോറ് മുഴുവനും, സുബ്ഹാനല്ലാഹ്, നമ്മുടെ ശരീരം മൊത്തത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് സിഗ്നൽ വരണം, തലച്ചോറിന്ന് സിഗ്നൽ വരണം. നമുക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നത് അപ്പോഴാ. ഇവിടെ തലച്ചോറിന്ന് വരണം വിവരം. കാല് മുള്ളിൽ ചവിട്ടുമ്പോ കാല് പൊക്കുന്നത് എപ്പോഴാ? ആ ചവിട്ടിയപ്പോഴേക്കും നമ്മുടെ കാലിന്റെ ഉള്ളിലൂടെ സ്റ്റിമുലേഷൻസ് നമ്മുടെ ബ്രെയിനിലേക്ക് പോവാൻ. ഇതാ കാലിന് ഓട്ട വരും, ചോര വരും, കാലോട്ടയാകും, മുറിവാകും, കാല് പൊക്കിക്കോ. അപ്പോഴേക്കും നമ്മൾ എന്ത് എത്ര പെട്ടെന്നാണ് ഈ കമ്മ്യൂണിക്കേഷൻ. തലച്ചോറ് മുഴുവനും ഒരാളുടെ തലച്ചോറിനോട് ഓപ്പറേറ്റ് ചെയ്യുന്ന വിചാരിക്കുക ഡോക്ടർമാർ. അല്ലാഹു തആല അത്തരം അസുഖങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നമുക്ക് ആക്കുമാറാകട്ടെ. അത്തരം ബ്രെയിൻ ട്യൂമറും പ്രയാസങ്ങളൊക്കെ ഉള്ള രോഗികൾ ദുആയിരക്കാൻ വേണ്ടി അല്ലാഹു എത്രയും പെട്ടെന്ന് അവർക്ക് ശിഫ കൊടുക്കുമാറാകട്ടെ. തലച്ചോറ് കൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനമെങ്കിൽ തലച്ചോറ് സ്വിച്ച് ഓഫ് ചെയ്താൽ മനുഷ്യൻ മരിക്കണം. പക്ഷേ തലച്ചോറ് മുഴുവൻ ഫ്രീസായി കിടന്നാലും തലച്ചോറ് മരവിപ്പിച്ചാലും ഹാർട്ട് ഇങ്ങനെ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തലച്ചോറിന്റെ ആവശ്യമില്ല ഹാർട്ട് പമ്പ് ചെയ്യാൻ. അങ്ങനത്തെ ഒരു അവയവം നമ്മുടെ ഹാർട്ട് മാത്രമേ ഉള്ളൂ. വൽ ഫുആദ്, അല്ലാഹു തന്ന ഈ ഹൃദയം, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, ഇതിനെക്കുറിച്ചൊക്കെ അല്ലാഹു നാളെ ചോദിക്കും കേട്ടോ. നമ്മൾ ശരിക്കും ഓർത്തു വെക്കണം. കുട്ടിക്കളിയല്ല ജീവിതം. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ, കുറേ ഫൺ ആൻഡ് എൻജോയ്മെന്റ് ആൻഡ് എന്റർടൈൻമെന്റ്. ജീവിതം എന്ന് പറഞ്ഞാൽ കുറെ ആസ്വാദനമുണ്ട് ഇസ്ലാമിൽ, അതിന്റെ പരിധികളിൽ. പക്ഷേ നമ്മൾ കുറഞ്ഞൊരു കാലത്തേക്ക് ഇവിടെ ഉള്ളൂ. ഒന്ന് റോഡിൽ വാഹനം ഇടിച്ചാൽ പോകേണ്ടവരാ നമ്മൾ. ഒന്ന് അറ്റാക്കായാൽ കഴിഞ്ഞു നമ്മുടെ അവസ്ഥ. ഒരു പനി വന്നാൽ നമ്മൾ കൊണ്ട് വല്ലതും പറ്റുമോ? എന്തെങ്കിലും ശരീരം പാരലൈസ് ആയി എന്താകാൻ പറ്റും? തലച്ചോറിന് എന്തെങ്കിലും ഒരു ക്ഷതമേറ്റാൽ എന്താണ് അവസ്ഥ? യാ അല്ലാഹ്, ജീവിതം അവസാനിച്ചില്ലേ? ഇതിന്റെ ഇടക്ക് മനുഷ്യൻ എന്തു ചെയ്യുന്നു? 30 കൊല്ലം ജീവിച്ച് 30-ാം വയസ്സിൽ മരിച്ച ഒരു മനുഷ്യനോട് 30 കൊല്ലത്തെ കണക്ക് അല്ലാഹു ചോദിക്കും. 50 കൊല്ലം ജീവിച്ചവനോട് 50 കൊല്ലത്തെ കണക്ക് പറയേണ്ടി വരും. തകല്ലുഫിന് ശേഷമുള്ള കാലം, പ്രായപൂർത്തിയായതിനു ശേഷം എത്ര കാലം ജീവിക്കുന്നോ അത്രയും കാലത്തിന്റെ കണക്ക് അല്ലാഹുവിനോട് പറയേണ്ടി വരും. അപ്പോ
കുട്ടിക്കളിയല്ല ജീവിതം എന്ന് മനസ്സിലാക്കണം. ഇന്ന സമഅ വൽ ബസർ, നിങ്ങൾ കാണുന്നതും നിങ്ങൾ കേൾക്കുന്നതും. അല്ലാഹു ആദ്യം ഉപയോഗിച്ച വാക്ക് സമഅ എന്നാണ്, കേൾവി എന്നാണ്. ഇന്ന സമഅ വൽ ബസർ, രണ്ട് കാലിൽ നടക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഈ കൊണ്ടുപോകുന്ന ശരീരത്തിന്റെ അവസ്ഥ? എന്താണ് ഈ ശരീരത്തിന്റെ മെക്കാനിസത്തിന്റെ അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്? എവിടെ പറയും കാഴ്ചയും കേൾവിയും പറഞ്ഞാൽ ആദ്യം അല്ലാഹു തആല തുടങ്ങുന്ന കേൾവിയാണ്. എന്തേ? ഉമ്മയുടെ ഗർഭാശയത്തിൽ ഭ്രൂണമായ കുഞ്ഞ്, ഫീറ്റസ്, ആ കുഞ്ഞിന്റെ ശരീരത്തിൽ കണ്ണ് വളരുന്നതിന്റെ മുമ്പ് വളരുന്ന സാധനം ചെവിയാണ്. സുബ്ഹാനല്ലാഹ്. ചെവി ഉണ്ടായതിന്റെ ശേഷമാണ് കണ്ണുപോലും ഉണ്ടാകുന്നത്. ചെവി കൊണ്ട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ ശേഷമാണ് കാഴ്ച കൊണ്ട് കുട്ടിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഗർഭാശയത്തിൽ ഇരിക്കുന്ന കുട്ടി, ഉമ്മയുടെ സംസാരം ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് തൊട്ടടുത്തുള്ള ആളുകൾ. അതുകൊണ്ടാണ് ഈ ഗർഭമുള്ള സഹോദരിമാർ ഏറ്റവും കൂടുതൽ ദിക്റും ഖുർആനും ചൊല്ലിയാൽ ആ മക്കളിൽ ആ നന്മയും സ്വലാഹും കാണാൻ കഴിയുമെന്നാണ്. കുട്ടിക്ക് ചെവി കേൾക്കുന്നുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. കുട്ടി കാണുന്നില്ലപ്പോ, ഭൂമിയിലേക്ക് വരാതെ കുട്ടിന്റെ കണ്ണ് തുറക്കണില്ല. പക്ഷേ ഗർഭാശയത്തിൽ തന്നെ കുട്ടിയുടെ ചെവി വർക്ക് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ആദ്യമായി കുഞ്ഞ് പറന്നു വീണാൽ വലത് ചെവിയിൽ വാങ്ങു കൊടുത്തേക്കണം, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുത്തേ. കുട്ടി കണ്ണ് തുറന്നിട്ടുണ്ടാവില്ല, കണ്ണുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയില്ല, പക്ഷെ കാതുകൊണ്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അല്ലാഹു തആല എവിടെ പറയുകയാണെങ്കിലും ആദ്യം കാത് എന്നാ പറയാ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കേൾക്കുന്നതാണ് നമ്മുടെ ഹാർട്ടിലേക്ക് പോകുന്നത്, കാണുന്നതാണ് നമ്മുടെ ഹാർട്ടിലേക്ക് പോകുന്നത്. ആ ചെല്ലുന്ന മെസ്സേജാണ് നമ്മുടെ കർമ്മങ്ങളായിട്ട് പുറത്തു വരുന്നത്. ഭയങ്കര അത്ഭുതമല്ലേ? കാഴ്ചയും കേൾവിയും പറഞ്ഞിട്ട് ഹാർട്ട്. കാരണം ഹാർട്ടിലേക്കുള്ള രണ്ട് വഴികൾ ഇതാണ്, കാഴ്ചയും കേൾവിയും. ഈ രണ്ട് വഴികളല്ലാതെ ഹാർട്ടിലേക്ക് പോകാൻ മാർഗമില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് മനുഷ്യന്മാർ അസഭ്യങ്ങൾ പറയരുതെന്ന് പറയാൻ കാരണം അതൊക്കെ ഒരു തരം ഒരു ബാഡ് ഫോഴ്സ് ആണത്. ഒരു തരം നമ്മൾ നെഗറ്റീവ് എനർജി എന്നൊക്കെ പറയില്ലേ? ഒരു തോന്നിവാസം കേട്ടാൽ അതിന്റെ ആശയം ഹൃദയത്തിലേക്ക് പോകാൻ. നമ്മൾ കണ്ടാൽ ആ കാണുന്നത് ഹറാമായ കാഴ്ചയാണെങ്കിൽ ആ ആശയം ഒന്നാകെ നമ്മൾ ഹാർട്ടിലേക്ക് ഫീഡ് ചെയ്യാണ്. അതുകൊണ്ടാണ് കണ്ണ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് കാത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് അങ്ങനെയാണ്, അതിനനുസരിച്ച് നമ്മുടെ കർമ്മങ്ങൾ വരുള്ളൂ. അള്ളാഹു അതൊക്കെ അള്ളാന്റെ പൊരുത്തത്തിൽ ഉപയോഗിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്താണ് ചെവിയുടെ ഉള്ളിൽ കിടക്കുന്നത്? 30,000 കേൾക്കാനുള്ള കേൾവി ശക്തിയുള്ള കോശങ്ങൾ, 30,000 ശബ്ദങ്ങളെ സ്വീകരിക്കാനുള്ള കോശം ഒരു ചെവിയിൽ അള്ളാഹു വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ചെവിന്റെ ഉള്ളിൽ കിടക്കുന്ന സ്ഥലത്ര? വളരെ കുറഞ്ഞ കോക്ലിയ എന്ന് പറഞ്ഞ കുറഞ്ഞ ഭാഗത്ത് 30,000 കോശങ്ങൾ കിടക്കുന്നുണ്ട് ശബ്ദം സ്വീകരിക്കാൻ. എന്താണതൊക്കെ? മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ എവിടെത്തും? മാംസത്തുമ്മലാണ് അല്ലാഹു തആല ചെയ്യുന്നത്, മെറ്റലുമ്മലല്ല. നമ്മൾ ഇരുമ്പുമ്മൽ കളിക്കുന്നത്. അല്ലാഹു ചെയ്യുന്ന മാംസത്തിലാണ്. വളരെ സെൻസിറ്റീവാണ് മനുഷ്യന്റെ ശരീരം. നിങ്ങളുടെ നഫ്സിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ അല്ലാഹുവിന്റെ അത്ഭുതം? ഇതൊക്കെ വെറുതെ ഉണ്ടായി എന്ന് എങ്ങനെ പറയും? ഇതൊക്കെ ഏതോ ഒരു കാലത്ത് ഇവല്യൂഷൻ തിയറി, ഡാർവിൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഡാർവിന്റെ സിദ്ധാന്തം പോലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ഇവല്യൂഷനിലൂടെ. പിന്നെന്താ അവര് വേറൊന്നുണ്ടല്ലോ, ഭൂമിയെ പ്രപഞ്ചത്തിൽ അഡാപ്റ്റേഷൻ, പ്രത്യേക വേറൊരു വാക്കും പറയാറുണ്ട്. അള്ളാഹുവിനെ എന്ന് പറയാൻ അഹങ്കാരം കൊണ്ട് സാധിക്കാത്ത മനുഷ്യൻ ചെയ്തു വെച്ച വാക്കുകളാണ് ഇതൊക്കെ. ഇതൊക്കെ അങ്ങനെ ഉണ്ടായി അല്ലേ? നാച്ചുറൽ സെലക്ഷൻ, അങ്ങനെ പറയാം. നാച്ചുറൽ സെലക്ഷൻ. എന്താണ് ഈ നാച്ചുറൽ? ആ വാക്കാണ് നമുക്ക് മനസ്സിലാവാത്തത്. നാച്ചുറൽ എന്ന് എങ്ങനെ പറയും? ആര് കൊടുക്കുന്നു ഇതൊക്കെ? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. അള്ളാഹുവിന്റെ വുജൂദിനെ എങ്ങനെ മനുഷ്യന് നിഷേധിക്കാൻ കഴിയും? ഇതാണ് ഖുർആനിന്റെ ചലഞ്ച്. യാ അല്ലാഹ്, നമ്മുടെ രക്തം, ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം, സുബ്ഹാനല്ലാഹ്, എത്രയാണ്? നമ്മുടെ രക്തത്തിൽ ശ്വേതരക്താണുക്കളുണ്ട്, അതുപോലെ തന്നെ എന്താണ് അശ്വരക്താണുക്കൾ, രണ്ടെണ്ണല്ലേ പറയാ, വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് റെഡ് ബ്ലഡ് സെൽസ്. നമ്മുടെ രക്തത്തിന്റെ കോശങ്ങൾ, ചുവന്നത് വെളുത്തത്, രണ്ട് ഭാഗങ്ങളായിട്ടാണ്, രണ്ട് പേരുകളിലാണ് സയൻസ് പറയാം. സുബ്ഹാനല്ലാഹ്, 25 മില്യൺ
ചുവന്ന രക്താണുക്കൾ നമ്മുടെ ബ്ലഡിലൂടെ കടന്നുപോയി 25 മില്യൺ 25 തവണ ആക്കിയാൽ അത്രയും നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്ന സാധനമാണ് നമ്മുടെ ബ്ലഡിലൂടെ കടന്നു പോകുന്ന റെഡ് സെൽസ്, ചുവന്ന കോശങ്ങൾ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ രക്തത്തിൽ 25 മില്യൺ വൈറ്റ് ബ്ലഡ് സെൽസും അല്ലാഹു നമ്മുടെ ചോരയിൽ പടച്ചിട്ടുണ്ട്. നമ്മളൊരു പ്രയാസം വരുമ്പോൾ ഡോക്ടർ പറയുമ്പോഴല്ലേ നമ്മൾ അറിയുന്നത് എന്താ ബ്ലഡിന്റെ അവസ്ഥ എന്താണ്. ഭാര്യയ്ക്ക് ഗർഭമുണ്ടോ എന്ന് അറിയണമെങ്കിൽ ബ്ലഡ് നോക്കിയാൽ മതി അല്ലെ. തലച്ചോറിന് കുഴപ്പമുണ്ടോ എവിടെയെങ്കിലും ബ്ലഡ് എടുത്താൽ മനസ്സിലായി. ഹാർട്ടിന് കുഴപ്പമുണ്ടോ ബ്ലഡിലൂടെ മനസ്സിലാവും. കൊളസ്ട്രോൾ ഉണ്ടോ പ്രഷർ ഉണ്ടോ ഇതൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവും. ബ്ലഡ് നോക്കിയാൽ എന്തൊക്കെ തിരിയും ബ്ലഡിലൂടെ. ഇതെല്ലാം ശരീരത്തിലൂടെ പോകുന്ന രക്തത്തിൽ അതിന്റെ മെസ്സേജുകൾ അല്ലാഹു കൊടുത്തുവിട്ടിരിക്കുകയാണ്. എവിടുന്ന് എടുത്തോ, ഹാർട്ട് തന്നെ പൊളിച്ചു നോക്കണ്ട. അതിന്റെ ഉള്ളിലെ കുഴപ്പം അറിയണമെങ്കിൽ ബ്ലഡ് എടുത്തോ, മനസ്സിലാവും. സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ സൃഷ്ടി?